ഇന്ന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നമ്മൾ കണ്ട പ്രതിപക്ഷ ഐക്യരൂപം അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ്? താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക? ഈ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മ സംബന്ധിച്ചുള്ള ആലോചനകളൊക്കെ വരുമ്പോൾ എല്ലാ സമയത്തും തടസ്സം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അതിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, ആരാണ് ആ മുന്നണിയെ നയിക്കുന്നത് എന്ന കാര്യങ്ങളിൽ തട്ടിത്തടഞ്ഞാണ് അവർ ചിതറിപ്പോയിരുന്നത്. ആ ഒരു തടസ്സം നീങ്ങിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നത് 4.5 പതിറ്റാണ്ട് മുമ്പ് 1977 അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് രൂപം കൊണ്ട ജനതാ പാർട്ടിയാണ്. അതും രാംലീല മൈതാനിലായിരുന്നു 1977. അന്ന് സിൻഡിക്കേറ്റ് കോൺഗ്രസ്, കോൺഗ്രസ് ഫോർ ഡെമോക്രസി, ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടികൾ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അന്ന് ജയപ്രകാശ് നാരായണൻ എന്നൊരു നേതാവുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു നേതാവില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു അടിയന്തരാവസ്ഥ നിലവിലുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഡൽഹി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. അത് ഒരു ചെറിയ സംഗതി അല്ല. നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെയാണ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ആളുകൾ നോക്കിക്കാണുന്നതിനെ പറ്റി ഇവിടെ പലരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതായപ്പോൾ അദ്ദേഹം രാജിവെച്ചു, സോറൻ. അപ്പോൾ അദ്ദേഹം തടവിലാണ്. ഡൽഹി മുഖ്യമന്ത്രി ഇനിയും രാജിവെച്ചിട്ടില്ല, അദ്ദേഹം തടവിലാണ്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യം വളരെ ജീർണിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷത്തെ എങ്ങനെയും നേരിടുക, തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കേ തോൽക്കേ ചെയ്യട്ടെ എന്നല്ല, അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാക്കുക. ഇന്ദിരാഗാന്ധി ചെയ്ത അതേ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഫണ്ട് മരവിപ്പിക്കുക, ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്കറിഞ്ഞുകൂടാ, അതിൻ്റെ നിയമവും ശരിക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊക്കെയല്ലേ ഇലക്ഷൻ അഴിമതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭരണകക്ഷി അധികാരം ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച്, ED, CBI തുടങ്ങിയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുക എന്ന് പറയുന്നത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു കുരിശുയുദ്ധമാണ് BJP നടത്തുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ പലരും സൂചിപ്പിച്ച മാതിരി ആദ്യം നമുക്ക് ചോദിക്കാനുള്ളത് ഇലക്ടോറൽ ബോണ്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ അഴിമതി മുക്തമായ ഒരു പ്രസ്ഥാനമാണ് BJP എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ 2024 എലക്ഷൻ എങ്ങനെയും ജയിക്കാനാണ്. അതായത് പല തരത്തിലുള്ള എലക്ഷൻ അഴിമതികൾ, റിഗ്ഗിങ് എന്ന് പറയുന്നത് നടത്താറുണ്ട്. അത് ബൂത്ത് പിടിച്ചിട്ട് മറ്റ് ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് പല രീതിയിൽ. അതിലിപ്പോൾ ഒരു പുതിയ രീതിയാണിത്. എന്താണ്? ഒന്ന്, ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പണം കൊടുത്തിട്ട് എതിർപക്ഷത്തുള്ള MLA-മാരെയും MP-മാരെയും മുൻ മുഖ്യമന്ത്രിമാരെയും മുൻ ഗവർണർമാരെയും വിലയ്ക്ക് വാങ്ങുക എന്നാണ്. ഇത് രാഷ്ട്രീയമാണോ? ഇത് ജനാധിപത്യമാണോ? അത് ധനാധിപത്യമല്ലേ? ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ നേരത്തെ കണ്ടത് എന്താണ്? അവർ വിലയ്ക്ക് വാങ്ങുകയാണ്. അപ്പോൾ ഒന്നുകിൽ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ED ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ പണം കൊടുത്തിട്ട്, എങ്ങനെയാണെങ്കിലും ജനപിന്തുണ എന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങാനോ ഭീഷണിപ്പെടുത്തി നേടാനോ കഴിയുന്ന ഒന്നാണ് എന്ന് വരുത്താണ് BJP നിർഭാഗ്യവശാൽ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രതിപക്ഷ മുന്നണി അവരുടെ ഇന്നത്തെ രാംലീല മൈതാനിലെ 28 പാർട്ടികളുടെ പ്രകടനം ഒരു ജനാധിപത്യവാദി എന്നുള്ള നിലയ്ക്ക് എന്നെയും എന്നെപ്പോലെ വിചാരിക്കുന്ന അനേക ലക്ഷം ആളുകളെയും വളരെ ആശ്വസിപ്പിക്കുന്ന ഒന്നാണ്. ജനാധിപത്യത്തിലുള്ള പ്രതീക്ഷ, അതിനെപ്പറ്റിയുള്ള പ്രത്യാശ ബാക്കിയുണ്ട്. ഇവരൊന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിൻ്റെ ഫണ്ട് മരവിപ്പിക്കുക, ഇതൊന്നും പണ്ട് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എവിടെയായിരുന്നു ഈ അഴിമതിക്കെതിരായ പോരാട്ടങ്ങളൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെ? ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു അങ്കലാപ്പുണ്ട് എന്ന് കൃത്യമായി കാണിക്കുന്നതാണ് ഈ പണികളൊക്കെ. അപ്പോൾ തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ഇവരുടെ വിശ്വാസം കേരളത്തിൽ
ഒരു MLA പോലും ഇല്ലാത്ത BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞത് 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുന്ന. കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ട് എന്നറിയാത്ത ആളല്ല ശ്രീ സുരേന്ദ്രൻ. അവിടെ ഭരിക്കണമെങ്കിൽ 71 അംഗങ്ങളുടെ പിന്തുണ വേണം എന്നറിയാത്ത ആളല്ല അദ്ദേഹം. അപ്പോൾ 30 സീറ്റ് കിട്ടിയാൽ ബാക്കി വിലയ്ക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വാങ്ങാം എന്നാണല്ലോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ചിട്ടില്ല. ആർക്കും അതിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ ജനാധിപത്യം ഇത്രയേ ഉള്ളൂ. അത് മണി പവർ കൊണ്ടോ മസിൽ പവർ കൊണ്ടോ നേടാവുന്നതാണ്. അതുപോലെ ജാതിയുടെയും മതത്തിൻ്റെയും വികാരങ്ങൾ ആളിക്കത്തിച്ച് ക്ഷേത്ര രാഷ്ട്രീയം, പശുരാഷ്ട്രീയം തുടങ്ങിയുള്ള ജനാധിപത്യ വിരുദ്ധമായ വൈകാരികതകൾ, മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള വൈകാരികതകൾ ആളിക്കത്തിച്ച് നേടാവുന്ന ഒന്നാണ് അധികാരം. അല്ലെങ്കിൽ നേടിയ അധികാരം നിലനിർത്തുന്ന ഒരു ഏർപ്പാടാണത് എന്ന് വരുത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ഇവിടെ ആളുകളുണ്ട് എന്ന് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് രാംലീല മൈതാനിലെ പ്രതിപക്ഷ മുന്നണിയുടെ പ്രകടനം. പിന്നെ പാർട്ടികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആശയപരമായ വൈരുദ്ധ്യങ്ങളും ഒക്കെ എന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഒറ്റ പാർട്ടി ആയിരുന്നപ്പോഴും അതിനകത്ത് പലതരത്തിലുള്ള ആശയധാരകളുണ്ട്. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പരസ്പരം ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ വിളിച്ചു പറയുക, അതൊക്കെ അതിൽ പെട്ടതാണ്. അതൊന്നും ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിപ്പോൾ ഇന്നോ ഇന്നലെ ഉള്ളതല്ല, പണ്ടേ ഉള്ളതാണ്. കോൺഗ്രസ്സിന് സ്വാതന്ത്ര്യ ലാഭത്തിന് മുമ്പ് തന്നെ കോൺഗ്രസിനകത്ത് എത്രയോ ആശയധാരകളുണ്ട്. ഗാന്ധിയുടെ ഒരു ധാര, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു ധാര, അങ്ങനെ പലതും അതൊക്കെ ഇപ്പം ഒരുപാട് വിസ്തരിക്കാൻ നേരമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലൊരു പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ മുന്നണിക്കകത്ത് അതിനൊരു ചീത്തപ്പേരല്ല, അത് കൃത്യമായിട്ടുള്ളതാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസം പാടില്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ അങ്ങേയറ്റത്തെ അച്ചടക്കമാണ് പാർട്ടിയുടെ പ്രവർത്തന രീതി എന്ന് വിചാരിക്കുന്ന പാർട്ടികൾക്കുള്ളതാണ്. അതൊക്കെ ആ പാർട്ടികളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യാമെന്ന് നമുക്ക് അനുഭവം കൊണ്ടറിയാം. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഇവർ ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നത് ബുദ്ധിയാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.